ഹായ് ഗൈസ്, ഞാനിപ്പോൾ നിൽക്കുന്നത് ചിറയൻകീഴ് ശാർക്കര ദേവീക്ഷേത്രത്തിലാണ്. ശാർക്കര അമ്മയുടെ നടയിലാണ്. 10-ാം ഉദയം കഴിഞ്ഞാൽ ഒരു മാസം കൂടെ ഫുള്ളുണ്ടാവും. ഇവിടെ എല്ലാവരും ഇവിടെ വന്ന് തൊഴുത് സായുധ്യം അടഞ്ഞ് പോവുകയാണ്. നമ്മളെ ആഗ്രഹങ്ങൾ, നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കുന്നതാണ്. നമ്മളിവിടെ വരുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷവും മനസ്സിന് ഒരു കുളിർമയെല്ലാം ഉണ്ടാകും. ശാർക്കര അമ്മയുടെ നടയിൽ വന്നാൽ ഇവിടുത്തെ മെയിൻ ഉത്സവം എന്ന് പറയുന്നത്, ഇവിടുത്തെ മെയിനായിട്ട് തുടക്കം തന്നെ വരുന്നത് കാളിയൂട്ടാണ്. ഞാൻ ഈ ക്ഷേത്രവും പരിസരങ്ങളും എല്ലാം നിങ്ങളെ ഒന്ന് കാണിക്കാം. ഒരുപാട് സ്റ്റാളുകളുണ്ട് ഇവിടെ. ഒരുപാട് കാണുന്ന ചെടികളും ഫ്രൂട്ട്സ് ഐറ്റങ്ങൾ, കോഴിക്കോടനല്ലോ ഒരുപാട് സ്റ്റാളുകളുണ്ട്. നിങ്ങൾ ഓരോരുത്തരും വന്ന് കാണേണ്ട ഒരു കാഴ്ചയാണ്. ഒത്തിരി സ്റ്റാളുകളുണ്ട്. വെക്കേഷന് ഒരു 2-3 ആഴ്ചയോടെ ഉണ്ടാവും എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞാൽ പോവും. 10-ാം ഉദയം കഴിഞ്ഞ്. അതുകൊണ്ട് വെക്കേഷൻ ഈ മാസം എന്തായിരുന്നാലും ഈ മാസം ഫുള്ള് ഉണ്ടാവും എന്നാണ് സ്റ്റാളുകാർ പറയുന്നത്. നാളത്തെ ടിക്കറ്റ് നല്ല വെറൈറ്റി ഐറ്റങ്ങളാണ്. ജാക്ക് ഫ്രൂട്ട്, അങ്ങനെ ഒരുപാട്, മാങ്കോസ്റ്റിൻ, അങ്ങനെ ഒത്തിരി. ഹരിത നഴ്സറി കൊല്ലം. അടുക്കള സാമഗ്രികൾക്കായി നിങ്ങൾ ഇനി എങ്ങോട്ടും പോകുന്നു. ഗൃഹോപകരണങ്ങളുടെ അതിനൂതന ശ്രേണിയുമായി തന്നെ സുഖമാണോ? ചേട്ടാ എത്ര വർഷം കൊണ്ടുണ്ട് ഇവിടെ? എങ്ങനെ ബിസിനസ്സൊക്കെ എങ്ങനെയാണ്? ശാർക്കര അമ്മയുടെ അനുഗ്രഹം കൊണ്ട് ചെറിയൊരു യൂട്യൂബ് ചെയ്യുന്നുണ്ട്, അതാണ് അങ്ങനെ ചോദിക്കാൻ കാരണം. വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത്. ചേട്ടൻ ആദ്യമാണ് ഇവിടെ. ചേട്ടൻ ഈ ബിസിനസ് ഇവിടെ തുടങ്ങിയതിന് ശേഷം നഷ്ടമൊന്നുമില്ലല്ലോ? ശരി, സന്തോഷം. ആ വിത്ത് ചേട്ടൻ പറഞ്ഞത് ഒരിക്കലും നഷ്ടമൊന്നുമില്ല എന്നുള്ളതാണ്. ശാർക്കര അമ്മയുടെ അനുഗ്രഹം കൊണ്ട്. എന്താ പേരെന്താന്ന്? അസ്സലാമു അലൈക്കും. ഇവിടെ എത്ര വർഷമായി? നിങ്ങൾ എത്ര വർഷമായി ഇവിടെ? ആദ്യമായിട്ട്. ബിസിനസ്സൊക്കെ എങ്ങനെ പോകുന്നു? ചെറിയൊരു യൂട്യൂബിൻ്റെ ഒരു പ്രോഗ്രാം ഉണ്ട്, അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. യൂട്യൂബിൽ ബിസിനസ്സൊക്കെ ഒരുവിധം നഷ്ടമില്ലാത്ത രീതിയിൽ പോകുന്നുണ്ടല്ലോ. ശരി, അസ്സലാമു അലൈക്കും. സ്റ്റീൽ കത്തുകൾ, ഓയിൽ ബ്രഷുകൾ, ജഗ്ഗുകൾ, മഗ്ഗുകൾ, ജാറുകൾ, പേന, പെൻസിൽ, LP ഫൈബർ പ്ലേറ്റുകൾ, ബൗൾസുകൾ, കത്തികൾ, കൂടാതെ കുടുംബങ്ങൾക്കുമായി വിവിധ തരം ഓർമ്മകളിലുള്ള ഡിസൈനുകൾ
30-40 വിലകളിൽ അത്യാധുനിക ഡിസൈനുകൾ. ആകർഷകമായ മികവോടെ അത്യാധുനിക ഡിസൈനുകളിൽ കരിപ്പെട്ടി എല്ലാവർക്കും കഴിക്കാമെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഒരു ലേശം ഒന്ന് കഴിക്കണം. ഇതിന്റെ ഒരു പീസാണ് ലേശം സാമ്പിൾ ലേശം. അതുപോലെ പനങ്ങൾക്കണ്ടോ, ഈ പനങ്ങൾക്കണ്ടോ കുഞ്ഞു കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ടാക്കുമ്പോൾ പഞ്ചസാരയ്ക്ക് പകരം പനങ്ങൾക്കണ്ടോ യൂട്യൂബിൽ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. എത്ര വർഷമായി ഇവിടെ? ഞാൻ യൂട്യൂബിൽ ചെറിയൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. എങ്ങനെ ഇവിടെ ബിസിനസ്സൊക്കെ എങ്ങനെ പോകുന്നുണ്ട്? ശർക്കര അമ്മേരെ നടയിൽ വന്നിട്ട് വേറെ വിഷയങ്ങളൊന്നും ഇല്ലല്ലോ? സന്തോഷമല്ലേ? താങ്ക് യു. പേര് അജീർ. കാണിച്ചു തരാം ചാനൽ. വെക്കേഷൻ ആയതുകൊണ്ട് നല്ല തിരക്കാണ് ശർക്കര ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നത്. സ്കൂൾ അടച്ചിരിക്കുകയല്ലേ, അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും. ഒരുപാട് സ്റ്റാളുണ്ട്. നമുക്ക് ഒരുപാട് സ്റ്റാളിലൊന്നും കയറാനുള്ള ഒരു ചിലർ നമ്മളടുത്ത് സംസാരിക്കും. അവർ ബിസിനസ്സിൻ്റെ തിരക്കിൽ ചെന്ന് സംസാരിക്കുമ്പോഴത്തേക്ക് വലിയൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുമായിരിക്കും. അതുകൊണ്ട് പിന്നെ സ്റ്റാളുകളിൽ ജസ്റ്റ് ഒന്ന് കയറി പോകാം എന്നുള്ളതേ ഉള്ളൂ. എന്താ ചേട്ടാ പേര്? എന്താ പേര്? നസീർ. അസ്സലാമു അലൈക്കും. എത്ര വർഷമായി ശർക്കര? 20 വർഷം. ബിസിനസ്സൊക്കെ എങ്ങനെ പോകുന്നു? സന്തോഷമല്ലേ? അൽഹംദുലില്ലാഹ്. ചെറിയൊരു യൂട്യൂബിൻ്റെ ഒരു ഇതിൽ വീഡിയോ ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വേറെ വിഷയമൊന്നുമില്ലല്ലോ. അല്ല, അത് പറയുമ്പോൾ അല്ലാതെ വീഡിയോ എടുക്കുമ്പോൾ ഒരു വിഷയമാവും. ഭയങ്കര ചൂടല്ലേ, ഒരുപാട് ചൂട്. 5-6 സ്റ്റാളുകളിലൊക്കെ കയറിയിട്ടുണ്ട്. ഞാനിത് ഫുള്ള് ലോഡ് ചെയ്തിട്ട് കാണിച്ചു തരാം. ഓക്കെ. ശർക്കര അമ്മേരെ നടയിൽ വന്നിട്ട് ഇതുപോലൊരു വീഡിയോ ചെയ്തതിൽ വളരെ ചാരിതാർത്ഥ്യമുണ്ട്, സന്തോഷമുണ്ട്, മനസ്സിനൊരു സുഖമുണ്ട്. ഇങ്ങനെ ഒരു അനുഗ്രഹം കിട്ടിയതിന് ഭയങ്കരമായിട്ട് നല്ല ഹാപ്പിയാണ്. മേമന സംഭവക്കാരുടെ പരസ്യപ്രചരണാർത്ഥം ഈ സ്റ്റാളിൽ കാണുന്ന ഏത് സാധനങ്ങൾ എടുത്താലും 9 വില. എന്താ പേര്?
പേരെന്താ? ആഷിഖ്. അസ്സലാമു അലൈക്കും. ചെറിയൊരു യൂട്യൂബിൻ്റെ ഒരു വീഡിയോ ഏത് സാധനത്തിനും ഒന്നിന്റെ വില 20 രൂപ, 20 രൂപ, 20 രൂപ മാത്രം. എന്താ പേര്? എന്താ പേരെന്താ? നിസാം. അസ്സലാമു അലൈക്കും. സലാം. ഇൻഷാ അല്ലാഹ് പടച്ചോൻ ബറക്കത്തിലായി. ചെറിയൊരു യൂട്യൂബിൻ്റെ വീഡിയോ ഒന്നും ഇവിടെ എങ്ങനെ ബിസിനസ്സൊക്കെ വന്ന് ബിസിനസ് മടുപ്പാണ്. ആള് തന്നെ ശാർക്കര പറമ്പിൽ വന്നിട്ട് എത്ര വർഷം ഇവിടെ ജോലി ചെയ്യുന്നു? ഇവിടെ 10-14 വർഷം കൊണ്ടുണ്ട്. 14 വർഷം കൊണ്ട്. ശരി, സന്തോഷം. ഞാൻ ഒരുപാട് സ്റ്റാളുകളിൽ കയറി ഞാൻ അങ്ങനെ ചെയ്യുന്നതാണ് ഇവിടെ. അജീർ ഞാൻ കാണിച്ചു തരാം. അജീർ ഇപ്പോൾ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാണ്. ഇല്ല എടുത്തിട്ടില്ല. എന്താ ചേട്ടാ പേര്? എന്താ പേര്? എൻ്റെ പേര് അഗ്രസ്. ഞാൻ ചെറിയൊരു യൂട്യൂബ് വീഡിയോ ചെയ്യുന്നുണ്ട്. കുഴപ്പമില്ല. എത്ര വർഷമായി ഇവിടെ ബിസിനസ് വന്നിട്ട്? ശാർക്കര അമ്മേര നടയിൽ വന്നിട്ട് അപ്പൂപ്പന്മാരായിട്ട് ചെയ്തു വരുന്നത്. എങ്ങനെയാണ് ബിസിനസ്സൊക്കെ എങ്ങനെ പോകുന്നുണ്ട്? കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. ഒരു 10-60 വർഷമായിട്ട് നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നല്ല ഒരു പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. ഈ അമ്മേര നടയിൽ വന്നിട്ട് നമുക്ക് ഐശ്വര്യം മാത്രമല്ലേ ഉണ്ടായിട്ടുള്ളൂ? അതെ, നമുക്ക് നല്ല ഐശ്വര്യങ്ങളാണ് ഉണ്ടാകുന്നത്. ഇവിടെ കലവൻചട്ടി എന്ന് പറയുന്നത് ശാർക്കര നടയിൽ വന്നു കഴിഞ്ഞാൽ കലവൻചട്ടി എന്ന് പറഞ്ഞാൽ ഫേമസ് ആണ്. ശരി, പണ്ട് ഒരുപാട് കലവൻചട്ടിയും ആൾക്കാർ ഇവിടെ ഉണ്ടായിരുന്നു. ശരി, താങ്ക് യു. ശരി. വളരെ ചാരിതാർത്ഥ്യമുണ്ട് ഈ ശാർക്കര അമ്മേര നടയിലൂടെ. ഇവിടെ ഒരുപാട് ഐതിഹ്യങ്ങൾ. പ്രേം നസീറിന് തന്നെ ഇവിടെ ആണ് സിനിമ, നമ്മൾ പഴയ സിനിമ നടൻ പ്രേം നസീർ രക്ഷപ്പെട്ടത് തന്നെ ഈ ശാർക്കരയാണ്. ചിറങ്കീഴാണ് ഓൾറെഡി പുള്ളിയുടെ സ്ഥലം. ഇവിടെ നിന്നാണ് രക്ഷപ്പെട്ടതെന്നാണ് ഐതിഹ്യം. ഒരുപാട് ചരിത്രങ്ങളുണ്ട്, പറഞ്ഞാൽ തീരാത്തത്രയും ചരിത്രങ്ങളുണ്ട് ശാർക്കര അമ്മേര നടയിൽ. ഒരുപാട് സ്റ്റാളുകളിലൊന്നും നമുക്ക് കയറാൻ പറ്റില്ല. ഇപ്പോൾ ബിസിനസ് നടക്കുന്ന സമയമാണ്. അപ്പോൾ ഞാൻ ഇനി ഉണ്ട്, ശാർക്കര വരും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എല്ലാവരും കാണാം. ഹായ് ഗൈസ്, നമസ്കാരം, സന്തോഷം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് എ ലോട്ട്.